ന്യൂസിലൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ വാല്യൂ ആണ്. ദേ ക്യാൻ ഗോ വിത്ത് ദാറ്റ് ക്വാളിഫിക്കേഷൻ ടു എനിവെയർ ഇൻ ദ വേൾഡ്. ന്യൂസിലൻഡിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും വേൾഡ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസാണ്. ന്യൂസിലൻഡ് ഗവൺമെൻറ് ആണ് ഇവരുടെ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി, ഈ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 100% അപ് ടു ഡേറ്റ് സിലബസ് ആണ്. അപ്പോൾ ഇന്ത്യയിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ ഒറ്റ അതോറിറ്റിയേ ഉള്ളൂ. ഓസ്ട്രേലിയയിൽ 20,000 30,000 വേക്കൻസീസ് ആണ്. ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ എപ്പോഴും തന്നെ ഒരു 2,000 3,000 വേക്കൻസീസ് ഇവിടെ ഉണ്ടാവും. നാട്ടിലെ ഒരാൾ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അയാൾ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് പോകുമ്പോഴത്തേനും അയാൾക്ക് കിട്ടുന്ന സാലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 3 lakhs ആയിരിക്കും, അല്ലെ 4 lakhs ആയിരിക്കും മാക്സിമം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേസമയം ന്യൂസിലൻഡിൽ പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു മാസത്തെ സാലറിയാണ് ഇയാളുടെ ഒരു വർഷത്തെ സാലറി എന്ന് പറയും. കേരളത്തിലെ പേരൻസ് ഏറ്റവും കൂടുതൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ പ്രോപ്പർട്ടിയിലോ ഷെയർ മാർക്കറ്റിലോ ബിസിനസ്സിലോ ഒന്നുമല്ല, അവരുടെ പിള്ളേരുടെ എഡ്യൂക്കേഷനിലാണ്. Hi, this is Shijoy John from Ocean News NZ. Today we have the Managing Director of Derrick Jones, Mr. Matthew Jones, who is an educational expert, and he's having 25 years of experience and branches over throughout India and New Zealand. Hi sir, how are you? I'm very good. Thanks, Joe. Yeah, welcome. So as per you, how New Zealand is one of the best destination for international students? ന്യൂസിലൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് വർഷങ്ങളായിട്ട്, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അറൗണ്ട് 22 years ആയി. 22 years ആയിട്ട് ഐ എം ഡൂയിങ് ദിസ് ബിസിനസ്. ഈ ബിസിനസ്സിൽ ഞാൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ 8 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, 16 പോളിടെക്നിക് ഉണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെല്ലാം സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമാണ്. വേൾഡിൽ യൂറോപ്യൻ സ്റ്റുഡൻസ് ഉണ്ട്, US ഉണ്ട്, UK ഉണ്ട്, കാനഡ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്നുണ്ട്. ഇവിടെ നിന്നുള്ള സ്റ്റുഡൻസ് എല്ലാം വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ന്യൂസിലൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മളുടെ ഒരു ലോക്കൽ ഏരിയയിലുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ന്യൂസിലൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെന്നോ അല്ലെങ്കിൽ ഇന്ത്യ സബ് കോണ്ടിനെൻറ്റിലുള്ള ഏത് കൺട്രിയിൽ ഇപ്പം പാകിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ ശ്രീലങ്കയോ അങ്ങനെയുള്ള ഏത് കൺട്രികളിൽ നിന്നാണെങ്കിലും പിള്ളേർ വന്ന് ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ വാല്യൂ ആണ്. ദേ ക്യാൻ ഗോ വിത്ത് ദാറ്റ് ക്വാളിഫിക്കേഷൻ ടു എനിവെയർ ഇൻ ദ വേൾഡ്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് കൂടുതൽ, കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ കൂടുതൽ ഇങ്ങോട്ട് വരാൻ എൻകറേജ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മജോറിറ്റി ഓഫ് ക്വാളിഫിക്കേഷൻസ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി കിട്ടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യ സബ് കോണ്ടിനെൻറ്റ് ജോലി കിട്ടുന്ന കാര്യത്തിലാണ്. അപ്പോൾ അവരൊരു ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ എനിവെയർ ഇൻ ദ വേൾഡ്. ദേ ക്യാൻ വർക്ക് ഇൻ ദ US, ദേ ക്യാൻ വർക്ക് ഇൻ UK, they can work in Canada, they can work in Australia, they can work in any European countries. So their world is much bigger and brighter. That's good. സാറിൻ്റെ അഭിപ്രായത്തിൽ ന്യൂസിലാൻഡിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ന്യൂസിലൻഡിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും വേൾഡ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസാണ്. അതാണ് ന്യൂസിലൻഡിൻ്റെ ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബ്രില്യൻസ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ബാക്കി 16 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, പോളിടെക്നിക്കുകളാണ്. ഈ പോളിടെക്നിക്കുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഗവൺമെൻറ് ഓൺഡാണ്. അതാണ് മറ്റുള്ള കൺട്രികളും ന്യൂസിലൻഡും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ PTE എന്ന് പറയും, പ്രൈവറ്റ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ദാറ്റ്സ് ഓൺഡ് ബൈ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ്. അപ്പോൾ ആ PTE എന്ന് പറയുന്നത് it's kind of a university or kind of a polytechnic. It's a very large institution. It's not a small institution. Majority of them are pretty big. And all these institutions, our education curriculum അല്ലെങ്കിൽ educational activities, everything is monitored by the New Zealand government.
ന്യൂസിലൻഡ് ഗവൺമെൻറ് ആണ് ഇവരുടെ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി, ഈ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 100% അപ് ടു ഡേറ്റ് സിലബസ് ആണ് അവർക്ക് കിട്ടുന്നത്. വേൾഡിലെ ഏത് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഏത് കോമ്പറ്റീഷനിൽ ഈ സ്റ്റുഡൻറ്റ് പോയി കഴിഞ്ഞാൽ അവർക്ക് വിൻ ചെയ്യാൻ സക്സസ്ഫുള്ളി അവർക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് കണ്ടുപിടിക്കാനൊക്കെ പറ്റിയ തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് ഇവരെ റെഡിയാക്കുന്ന പ്രോഗ്രാംസാണ് ന്യൂസിലൻഡ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് വരുവാണെങ്കിൽ അവർക്ക് പറ്റിയ പ്രോഗ്രാംസോ സ്റ്റഡി സിലബസ് ഏതൊക്കെയായിരിക്കും? കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പല ക്വാളിഫിക്കേഷൻസ്, ഇപ്പോൾ ഒരു ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്, ചില പ്രോഗ്രാംസൊക്കെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്യത്ത കാര്യത്തിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ മലയാളമുണ്ട്, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി സാംസ്ക്രിപ്റ്റ് ഉണ്ട്, ബാച്ചിലർ ഡിഗ്രി ഹിന്ദി ഉണ്ട്, അതുപോലെ അതിൽ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ ചില ക്വാളിഫിക്കേഷൻ ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ആ പ്രോഗ്രാം ഇറ്റ്സ് നോട്ട് എ ഗ്ലോബൽ പ്രോഗ്രാംസ്. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാംസ് മറ്റുള്ള പല കൺട്രികളും അങ്ങനത്തെ പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും അവർ ഡിസൈൻ ചെയ്യുന്ന ആ സിസ്റ്റം ദേ ആർ ലുക്കിംഗ് അറ്റ് ഇൻ എ ഗ്ലോബൽ പിക്ചർ. അപ്പോൾ ഗ്ലോബൽ പിക്ചറിൽ ഒരാൾക്ക് ഇപ്പം ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു, that person probably wanted to move to another country and find an employment. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് അയാൾക്ക് കിട്ടത്തക്ക തരത്തിൽ ആയിരിക്കണം ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ഇവിടെ യുണീറ്റെക് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഒരു ബാച്ചിലർ ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ഒരാൾ വരികയാണെങ്കിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അവർക്ക് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പബ്ലിക്കിന് വേണമെങ്കിലും പോയി വണ്ടിയെല്ലാം സർവീസ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിട്ടൊരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വന്നു കഴിയുമ്പോഴത്തേനും അയാൾ അവിടെ പഠിക്കുന്ന ഒപ്പം അയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ബാക്കി ജനറൽ പബ്ലിക്കിൻ്റെ വണ്ടികൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തിയറി നോളജ് കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നുണ്ട്. ഇയാൾക്കറിയാം ഒരു പബ്ലിക് ഒരാൾ അവിടെ വന്നിട്ട്, ഇപ്പം ഞാനൊരു എൻ്റെ വണ്ടിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റുഡൻസ് അവിടെ അവരുടെ ബാഡ്ജൊക്കെ കുത്തി നിൽപ്പുണ്ട്, സ്റ്റുഡൻ്റാണ്. അപ്പം അവരുടെ ട്രെയിനർ കൂടെ തന്നെ നിൽപ്പുണ്ട്. ട്രെയിനർ ഇപ്പം എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡു യു മൈൻഡ് മൈ സ്റ്റുഡൻറ്റ് ഈസ് ഹിയർ, ഹീ ഈസ് ഗോയിങ് ടു സർവീസ് യുവർ കാർ, ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? അപ്പോൾ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻ്റാണ് അത് സർവീസ് ചെയ്യുന്നത്. സ്റ്റുഡൻ്റ് എന്നോട് ചോദിക്കുന്നു വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ, നോൺ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ? നോൺ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഐ വിൽ ടെസ്റ്റ് ദി വെഹിക്കിൾ, ഹി ടേക്ക് ദ വെഹിക്കിൾ ആൻഡ് ഗോ ഫോർ ടെസ്റ്റിംഗ് കഴിഞ്ഞു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അയാൾ എന്നോട് പറയുകയാണ് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാളുടെ സൂപ്പർവൈസറുമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോട്ട് തന്നു, ഇതാണ് ഇത്ര എമൗണ്ട് ആവും ഇതിൻ്റെ പാർട്സോ അല്ലെങ്കിൽ റിപ്പയർ കോസ്റ്റും എല്ലാം കൂടെ, ഹാപ്പിയാണോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നേരം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു. അയാൾ സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഹൈലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പം ഈ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള പിള്ളേർ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഇവർ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനി വർക്ക് പ്ലേസ്, ഏത് വർക്ക് പ്ലേസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് പിന്നെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ദേ ഓൾറെഡി ട്രെയിൻഡ്, ദേ നോ ദി തിയറി, ദേ നോ ദി പ്രാക്ടിക്കൽ, ദേ ആർ റെഡി ടു വർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മേക്ക് ചെയ്തിട്ട് ലോക്കൽ ബിസിനസ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ന്യൂസിലൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി കോമ്പറ്റിറ്റീവ്. ഗുഡ് കോൺസെപ്റ്റ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പഠിച്ച പിള്ളേർ അവർക്ക് ന്യൂസിലാൻഡിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയായിരിക്കും? കേരളത്തിൽ പഠിച്ച കുട്ടികൾ ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ദേ കാൻ സ്റ്റഡി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ ന്യൂസിലൻഡ്. അവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്.
അല്ലെങ്കിൽ അവർക്ക് ബാച്ചിലർ ഡിഗ്രി തന്നെ വീണ്ടും മെക്കാനിക്കൽ എഞ്ചിനീയർ ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ. അപ്പോൾ അതിൻ്റെ അകത്ത് ചില പിള്ളേർ ചിലപ്പോൾ ഡിസൈനിങ്ങിലായിരിക്കും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്, ചിലർ മറ്റുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയാസിൽ ഇപ്പം വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോഡ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഡ്രാഫ്റ്റിങ്ങിൽ അങ്ങനെയുള്ള പല ഏരിയാസിലായിരിക്കും. ഈവൻ ബോട്ട് ബിൽഡിങ്ങിൽ വരെയുള്ള ആൾക്കാർ ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ബോട്ട് ബിൽഡിംഗ് ഉണ്ട്, ഷിപ്പ് ബിൽഡിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ ആൾക്കാർ വർക്ക് ചെയ്യും, റോഡ് എഞ്ചിനീയറിങ്ങിൽ കണ്ടമാനം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ വാട്ടർ ടെസ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നുള്ള ഇപ്പോൾ ഇവിടെ ഇപ്പം നമുക്കൊരു വീടൊക്കെ വെക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഇവർ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് മിക്കവാറും ഇവിടെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം. സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒപ്പം തന്നെ ഈ ആൾക്കാർ ഡിസൈൻ ചെയ്യുന്ന പല ഏരിയാസും ഉണ്ട്. അതുപോലെ തന്നെ കൂടുതലും ഈ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പെട്രോൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അൺമാൻഡ് പെട്രോൾ സ്റ്റേഷൻസ് ഒത്തിരി ഉള്ളൊരു സ്ഥലമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം എൻജിനീയറിങ് ടെക്നോളജി വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇവിടുത്തെ ഗ്രീൻ ലിസ്റ്റിൽ, അതായത് ഇവിടെ ആവശ്യത്തിന് ആൾക്കാരില്ലാത്തൊരു ഏരിയയാണ്. ദേ വിൽ ഗെറ്റ് ആൻ എംപ്ലോയ്മെൻറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി സ്റ്റഡി. ഇപ്പോൾ ഒരു നാട്ടിലൊക്കെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ, ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കൊരു എംപ്ലോയ്മെൻറ്റിലൊക്കെ ഇവിടെ വരുന്ന കുട്ടികളുടെ എല്ലാം CV ഒക്കെ നോക്കി അല്ലെങ്കിൽ അവരുടെ വിസ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ എല്ലാം അവരുടെ കൂടുതൽ നമ്മൾ അവരുടെ സാലറി ഒക്കെ നോക്കുമ്പോഴത്തേനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന 25,000 അല്ലെങ്കിൽ 30,000 ഒക്കെയാണ്. അപ്പോൾ അതാണ് ഒരാളിൻ്റെ ഇപ്പോൾ ഒരു മാക്സിമം ഒരു 5 lakhs ഒക്കെ ആയിരിക്കും ഒരാളൊരു വർഷം ഏൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ് ടു 10 lakhs ഇന്ത്യൻ മണി ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ നാട്ടിൽ ഏൺ ചെയ്യുന്നത്. അപ്പോൾ 10 lakh ഒരാൾ അവിടെ ഏൺ ചെയ്യുന്ന അയാൾ ഇവിടെ വന്നൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാച്ചിലർ ഡിഗ്രി ആണ് അയാൾ പഠിക്കുന്നതെങ്കിൽ ഈ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു അതോറിറ്റി ഉണ്ട്, അതോറിറ്റിയുടെ അക്രഡിറ്റഡ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയാലത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയിൽ പോയി വർക്ക് ചെയ്യാം. അതായത് ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ ഒറ്റ അതോറിറ്റിയേ ഉള്ളൂ. ഓസ്ട്രേലിയയിൽ 20,000 30,000 വേക്കൻസീസ് ആണ്. ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ എപ്പോഴും തന്നെ ഒരു 2,000 3,000 വേക്കൻസീസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എംപ്ലോയ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു സാലറി റേഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു 60,000 150,000 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഒരു 40 lakhs മുതൽ ഒരാൾ 75 lakhs വരെയാണ് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് ഏൺ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലെ ഒരു 10 lakh ഒരു വർഷം കിട്ടുന്ന സ്ഥലത്താണ് ഇയാളെ സംബന്ധിച്ചൊന്നും ഇയാളൊരു ഗ്ലോബൽ പ്രൊഫഷണലാണ്. ഹീ ക്യാൻ വർക്ക് എനിവെയർ ഇൻ ദ വേൾഡ്. അതുപോലെ ഇയാളുടെ സാലറി ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫിൽ ദാറ്റ് പേഴ്സൺ ഷുഡിൻ ഹാവ് ടു ലുക്ക് ബാക്ക്. അവരെ സംബന്ധിച്ച് they done their qualification, they done their career, they are ready to go ahead. അപ്പോൾ അതാണ്. ഇപ്പം അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആ ഏരിയയിൽ ഇഷ്ടംപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹെൽത്ത് കെയർ ഏരിയാസിൽ എല്ലാ ഏരിയാസിലും ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്ന് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇവരുടെ 3 വർഷത്തെ പ്രോഗ്രാമാണ്. പ്രോഗ്രാം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോഴത്തേനും രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാം, ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യാം, US വർക്ക് ചെയ്യാം, കാനഡ വർക്ക് ചെയ്യാം, UK വർക്ക് ചെയ്യാം. സ്കൈ ഈസ് ദ ലിമിറ്റ്. ദ കാൻ ഗോ എനിവേ. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ ടെക്നോളജി ഉണ്ട്, അങ്ങനെ സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടമാനം പ്രോഗ്രാംസ് അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതുകൂടാതെ ഉള്ള ഈ മറ്റുള്ള ചില പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള കൺട്രികളിലൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഫിഷ് അക്വാകൾച്ചറിൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ NMIT എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നെൽസണിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വാകൾച്ചറിലാണ്. അക്വാകൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ഒരു അത്രയും ഒരു ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ ഓഫ് കടലിൻ്റെ അകത്ത് അക്വാകൾച്ചറിന് വേണ്ടി ഫാം ഇപ്പോൾ 300 hectares 500 hectaresൻ്റെയൊക്കെ ഫാമാണ്. ആ ഫാമിലാണ് ഈ അക്വാകൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയെല്ലാം കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെയുള്ള ഫോറസ്ട്രി, ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന പല പ്രോഗ്രാംസും ഇത് ഫോറസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോഗ്രാംസും അതെല്ലാം ഗ്രീൻ ലിസ്റ്റിലുള്ള പ്രോഗ്രാംസാണ്.
ടയർ 1 കാറ്റഗറിയാണ്, ഇമ്മീഡിയറ്റ്ലി എംപ്ലോയ്മെന്റിലേക്ക് പോകാവുന്ന കാറ്റഗറിയാണ്. അപ്പം നമ്മൾ ഡെറിക് ജോൺസിനെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻറ്റിനൊരു പ്രോഗ്രാം, ഏത് പ്രോഗ്രാമാണ് കൊടുക്കേണ്ടത്, ഒരു കോഴ്സ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വി ആർ ജസ്റ്റ് പ്രൊവൈഡിങ് ദം എ ലൈഫ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് ഇവിടെ വന്ന് ഈ കോഴ്സ് ചെയ്തു കഴിഞ്ഞിട്ട് ഇയാൾക്ക് എന്ത് ജോലിയാണ് കിട്ടുന്നത്, ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എത്ര പെട്ടെന്ന് റെസിഡൻറ്റ് വർക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക, എത്ര പെട്ടെന്ന് റെസിഡൻറ്റ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, എങ്ങനെ ഇയാൾ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആകും, അത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് എങ്ങനെ ഒരു വീടൊക്കെ മേടിച്ച് അല്ലെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ മേടിച്ച് ഇവിടെ സെറ്റിൽഡ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ നമ്മൾ ചില പ്രോഗ്രാംസിനൊന്നും ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഹൈ എൻഡ് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ വന്ന് പഠിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസിനൊന്നും നമ്മൾ എൻകറേജ് ചെയ്യാറില്ല. കുട്ടികളെ ഇവിടെ വന്നിട്ട് അവരുടെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു പ്രൊജക്റ്റിലൊക്കെ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഒക്കെ കഴിഞ്ഞിട്ട് 5-10 വർഷമൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞവർക്കൊക്കെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പ്രൊജക്ട് മാനേജറൊക്കെ ആയിട്ട് എംപ്ലോയ്മെന്റ് കിട്ടും. പക്ഷേ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇപ്പോൾ അവിടെ ജസ്റ്റ് ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇവിടെ സജസ്റ്റ് ചെയ്ത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് ഇവിടെ വന്നു പഠിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് എംപ്ലോയ്മെന്റ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അവരെ സംബന്ധിച്ച് വീണ്ടും എന്തെങ്കിലും പ്രോഗ്രാം, അതായത് അവരുടെ ആദ്യത്തെ ഒരു ചോയ്സ് റോങ് ആയിപ്പോയി, അത് കഴിഞ്ഞിട്ട് വീണ്ടും പഠിച്ചിട്ട് വീണ്ടും പോകേണ്ടതായിട്ട് വരും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് നമുക്ക് ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ വളരെ നന്നായിട്ട് അറിയാം. വി ആർ ഇൻ ദ മാർക്കറ്റ് ഫോർ ലാസ്റ്റ് 20 years. അപ്പം ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രോഗ്രാമിന് ഇയാൾ വന്നാൽ ജോലി കിട്ടുമെന്നുള്ള ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ആണ് നമ്മൾ സ്റ്റുഡൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റിനൊക്കെ സ്റ്റുഡൻസ് നമ്മളോട് കോഴ്സ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ന്യൂസിലൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻ്റർനാഷണൽ ഈവൻറ്റ് മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഈവൻറ്റ് മാനേജ്മെൻറ്റിനൊക്കെ നോർമലി ഇവിടെ വരുന്ന ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ക്ലയൻസ്, ഇവിടുത്തെ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു ക്ലയൻസ് എന്ന് പറയുന്ന അവരിലെല്ലാം ഒന്നെങ്കിൽ യൂറോപ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ US, UK, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്നുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു ഈവൻറ്റ് മാനേജറൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ഒരു ആൾക്ക് പെട്ടെന്നൊരു എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കൾച്ചറലി നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് കണക്റ്റഡ് വിത്ത് ഇപ്പം വെസ്റ്റേൺ കൾച്ചറോ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരൊന്നും അവിടെ പോയി താമസിച്ചിട്ടുണ്ടാവില്ല, അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടാവില്ല, അവരുടെ ഫുഡ് കൾച്ചർ അറിയത്തില്ല, അവരുടെ ലാംഗ്വേജ് എല്ലാം നമ്മുടെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മളൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റിനൊരു ആൾ ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ നോർമലി ഡിസ്കറേജ് ദാറ്റ് പേഴ്സൺ ഇങ്ങോട്ട് വരണ്ട. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരിവിടെ വന്ന് പഠിച്ച് ഇവർ സക്സസ്ഫുള്ളി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഇവർക്ക് ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുന്ന പ്രോഗ്രാംസാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അല്ലാത്ത പ്രോഗ്രാംസ് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. ഓക്കെ, that was good elaborated explanation. പിന്നെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിച്ച സ്റ്റുഡൻസ് അതോ പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്ക് എങ്ങനെ ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്? ഇവിടെ ജോലി കിട്ടുന്നത് അത് ഏത് പ്രോഗ്രാമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോർമലി നാട്ടിലുള്ള പിള്ളേരെ സംബന്ധിച്ച് അവർ വളരെ ഡെസ്പറേറ്റ് ആണ്. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെയ്ബർ പുറത്തേക്ക് പോയി, എൻ്റെ കസിൻസ് എല്ലാം പുറത്തേക്ക് പോയി, എനിക്ക് ഐ വാണ്ട് ടു ഗോ ഓവർസീസ്. അതാണ് അവർ ആദ്യമേ നോക്കുന്നത്. അപ്പോൾ ഓവർസീസിൽ പോയി കഴിഞ്ഞ് ഇവരൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാമിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ പ്രോഗ്രാംസ് എന്തെങ്കിലും പഠിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആളിപ്പോൾ നാട്ടിൽ ബേസിക്കലി ഒരു ബാച്ചിലർ ഓഫ് IT ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അയാളോട് പറയുന്നത് നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ യു ഹാവ് ടു ഡു സം ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് നമുക്ക് അഷൂറിൻ്റെ ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അത് ചെയ്യാൻ നമ്മൾ പറയാം. AI എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി എല്ലാം AI ഒക്കെ വളരെ വാസ്റ്റായിട്ട് കമ്പനികളെല്ലാം ഇപ്പം ചൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം അഡീഷണൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമോട് കൂടുതൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ AWSൻ്റെ ആമസോൺ വെബ് സെർവറിൻ്റെ കണ്ടമാന സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, സെയിൽസ് ഫോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഏരിയയിലാണോ നിങ്ങളുടെ സ്കിൽ ഏരിയ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സർട്ടിഫിക്കേഷൻസ് കൂടെ എടുക്കുക. അപ്പോൾ അങ്ങനെ ആ പ്രോഗ്രാംസ് കൂടുതലെടുത്ത് അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ ഒരു ഇവിടെ വന്നിട്ട് ഏത് പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്, അപ്പോൾ ഇവരുടെ എംപ്ലോയ്മെൻറ്റിനുള്ള ചാൻസസ് കൂടി. അപ്പോൾ അത് നമ്മൾ കൂട്ടുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അക്കൗണ്ടിങ്ങിന് ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് 0 സർട്ടിഫിക്കേഷൻ ചെയ്യിക്കുക,
അതുപോലെ തന്നെ ഇവിടെ വേറെ മറ്റുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. അപ്പം നമ്മളുമായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള കുറേ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിനെ അവരുടെ അടുത്ത് ഇൻറ്റേൺ ആയിട്ട് വിട്ട് കഴിഞ്ഞിട്ട് ആ ഇൻറ്റേൺ ആയിട്ട് അവിടെ 6 മാസം അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇൻറ്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ദാറ്റ് മീൻസ് അവർക്കിപ്പോൾ IRD ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡീരജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഇവിടുത്തെ ഒരു ഫേമിൻ്റെ GST എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ഒരാളിൻ്റെ ഇൻകം ടാക്സ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അയാൾക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ടാക്സ് സിസ്റ്റം മൊത്തം പഠിച്ചിട്ടാണ് അയാൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് ഇയാൾ കോഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനെന്ന് പറഞ്ഞാൽ ഇയാൾ വേറെ ഏത് കമ്പനി കൊണ്ടുപോയി ഇയാളുടെ CV കൊടുത്തിട്ട് എനിക്ക് എംപ്ലോയ്മെൻറ്റ് വേണമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് ആ എംപ്ലോയറുടെ റിക്വയർമെൻ്റ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ആളാണ് നമ്മുടെ ഈ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സ്റ്റഡിക്ക് ഒരാൾ വരുമ്പോഴത്തേനും ഇപ്പോൾ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് ഇവിടെ വന്നു ഇവർ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവർ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാം. ഇവിടെ എപ്പോഴും ഈ നഴ്സസിൻ്റെ വേക്കൻസി വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഇവിടെ പഠിക്കുന്ന പിള്ളേർ ആരും തന്നെ ഇവിടെ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ അവർ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ഇവർക്ക് വൈഡായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയിലുള്ള പിള്ളേർ ഇന്ത്യയിൽ പഠിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്നതിൻ്റെ കാര്യം ഇന്ത്യയിൽ നിന്ന് അവർക്ക് വേറെ പുറത്ത് ഒരു കൺട്രി പോയി ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇവരുടെ ക്വാളിഫിക്കേഷൻ മറ്റുള്ള കൺട്രികളിൽ പലയിടത്തും അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ ന്യൂസിലൻഡിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അക്സെപ്റ്റബിൾ എവരിവേ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇവരിവിടെ വന്ന് പഠിച്ചു കഴിയുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നമ്മളിവിടെ നോക്കി, ഇവിടെ ഇപ്പം സീക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ സിവിൽ എഞ്ചിനീയറിൻ്റെ ചിലപ്പോൾ ഒരു 3000 വേക്കൻസി ആയിരിക്കും കാണുന്നത്. അതേസമയം നമ്മൾ ഇപ്പം ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 50,000 വേക്കൻസി ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ സാലറി ഇവിടുത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടുത്തെക്കാലം ഒരു 50% സാലറിയും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വന്നു നോർമലി ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കമ്പനി ഇപ്പം ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഈ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനികളെല്ലാം തന്നെ ഒരേ കമ്പനികളാണ്. ഇവർ തമ്മിലും വ്യത്യാസമൊന്നുമില്ല. ഇത് അക്രോസ് ദി ടാസ്മാൻ അവരവിടെ ഇവിടുത്തെ കമ്പനികൾക്ക് അവിടെ ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഉണ്ടാവും. 20 ബില്യൻ്റെയോ 30 ബില്യൻ്റെയോ 100 ബില്യൻ്റെയോ പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ചിലപ്പോൾ ന്യൂസിലൻഡ് കുറച്ചുകൂടി ചെറിയ കൺട്രിയാണ്. പക്ഷേ ന്യൂസിലൻഡിലെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വൈഡ്ലി അക്സെപ്റ്റബിളാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻസിനെ ന്യൂസിലൻഡ് കൺസിഡർ ചെയ്യുന്നത് ഇവിടുത്തെ ഡൊമസ്റ്റിക് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുന്നത് അവരുടെ ഡൊമസ്റ്റിക് സ്റ്റുഡൻ്റ് ആയിട്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് സ്റ്റുഡൻറ്റ് ഫീസ് കൊടുത്താൽ മതി ഇവിടെയുള്ള ഇപ്പം റെസിഡൻറ്റോ അല്ലെങ്കിൽ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 കൺട്രി ഒരേപോലെയാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് 2 കൺട്രിയിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള. ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലൻഡിലും ഉണ്ട്. അത് കൂടാതെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ അക്സെപ്റ്റബിളാണ്. അപ്പോൾ നമ്മൾ പിള്ളേരെ സംബന്ധിച്ച് കോഴ്സ് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കോഴ്സ് പഠിക്കുക എന്നുള്ളത് അതിനാണ് നമ്മുടെ കൺസൾട്ടൻറ്റിനെ ഇവർ ശരിക്കും കൺസൾട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് എംപ്ലോയ്മെൻറ്റ് അങ്ങനെ നോക്കുന്നതിലും ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിനാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് നോർമലി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാംസാണ്. ഈ റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ബേസിക്കലി ചെയ്യുന്ന ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ബാച്ചിലർ ഡിഗ്രി ഇവിടെ വന്ന് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അവർ PhD പ്രോഗ്രാം ആ PhD പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവർ വേറെ സ്ഥലത്ത്. ആ രീതിയിലാണ് യൂണിവേഴ്സിറ്റി അവരുടെ സിലബസ് ഡിസൈൻ ചെയ്തിരുന്നത്. അതേസമയം ഒരു പോളിടെക്നിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവർ കോഴ്സ് ചെയ്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ യൂണിടെക്കിൻ്റെ ഇപ്പം ഇവിടെ വന്നിട്ടൊരു ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിങ് ഓട്ടോമൊബൈൽ പഠിച്ചു കഴിഞ്ഞാൽ അവർ തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ച് പഠിച്ചിട്ട് എംപ്ലോയ്മെൻറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞ പോലെ ഇവർ ഡിസൈൻ ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റിന് അയാൾ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആക്കി അയാളെ ഇറക്കി വിടുക. അതാണ് ഇവർ ചെയ്യുന്നത്. അപ്പം സ്റ്റുഡൻസ് നോക്കുക, നിങ്ങളുടെ റിക്വയർമെൻ്റ് ആണ്. നിങ്ങൾ റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനാണെങ്കിൽ യു ഹാവ് ടു സെലക്ട് എ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം. നിങ്ങൾ അതേസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എംപ്ലോയ്മെൻ്റ് ആണ് നോക്കുന്നെങ്കിൽ യു ക്യാൻ സെലക്ട് പോളിടെക്നിക്കിൻ്റെ പ്രോഗ്രാം. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇവിടുത്തെ ബിസിനസ്സിന് ഒരു എംപ്ലോയിയെ അവൈലബിൾ ആക്കി ഇമ്മീഡിയറ്റ്ലി കൊടുക്കുക എന്നുള്ളതിനാണ്.
അപ്പം നമ്മൾക്ക് അത് അറിയാതിരിക്കണം എന്ത് പ്രോഗ്രാമാണ്. അപ്പം യു ഹാവ് ടു ഡു ദ റിസർച്ച്. അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ടൻ്റ് അടുത്ത് പോയിട്ട് കൺസൾട്ടനോട് സംസാരിക്കുക. ഏറ്റവും നല്ലത് എപ്പോഴും ന്യൂസിലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടനോട് സംസാരിക്കുക. ദേ നോ ദ ന്യൂസിലൻഡ് മാർക്കറ്റ് വെരി വെൽ. How about students' expense in New Zealand? സ്റ്റുഡൻസ് ബേസിക്കലി കോഴ്സിന് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ കോഴ്സിൻ്റെ എക്സ്പെൻസസ് ഇപ്പം ഒരു ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 25,000 ആണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. 25,000 എന്ന് പറയുമ്പം ഇന്ത്യൻ മണി ഒരു 12.5 അല്ലെ 13 lakhs വരും ഒരു വർഷം. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പിള്ളേർ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു ബാച്ചിലർ ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 4 വർഷമാണ്, ന്യൂസിലൻഡിൽ 3 വർഷമുള്ളൂ. അപ്പോൾ 4 വർഷം ഇന്ത്യയിൽ പഠിക്കുന്ന ഇപ്പോൾ ആവറേജ് ഒരു ഫീസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 lakhs അല്ലെ 2 lakhs ആണ് ഇപ്പം ഇന്ത്യയിലെ ഇപ്പോൾ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 lakhs ആകുമ്പോഴത്തേനും അവർ പഠിച്ചു തീരും. 10 lakhs ആണ് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസിലൻഡിൽ വന്ന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ പറഞ്ഞ ഒരു 13 lakhs വെച്ചിട്ട് 3 വർഷത്തെ അതാണ് അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു 40 lakhs ആണ് അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോർമലി വരുന്നത് ഒരു ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പഠിക്കുമ്പോഴത്തേനും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഒരു നാട്ടിലെ ഒരാൾ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അയാൾ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് പോകുമ്പോഴത്തേനും അയാൾക്ക് കിട്ടുന്ന സാലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 3 lakhs ആയിരിക്കും, അല്ലെ 4 lakhs ആയിരിക്കും മാക്സിമം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേസമയം ന്യൂസിലൻഡിൽ പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു മാസത്തെ സാലറിയാണ് ഇയാളുടെ ഒരു വർഷത്തെ സാലറി എന്ന് പറയും. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ശരിക്കും നമ്മൾ 40 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന കേരളത്തിലെ പേരൻസ് ഏറ്റവും കൂടുതൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ പ്രോപ്പർട്ടിയിലോ ഷെയർ മാർക്കറ്റിലോ ബിസിനസ്സിലോ ഒന്നുമല്ല, അവരുടെ പിള്ളേരുടെ എഡ്യൂക്കേഷനിലാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വളർന്നിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വന്നിരിക്കുന്നത് കേരളത്തിലെ ആളുകൾ പുറത്തുള്ള കൺട്രികളിൽ പോയിട്ട് അവിടെ ജോലി ചെയ്ത് അവിടുത്തെ ഫോറിൻ മണി കേരളത്തിലേക്ക് അവർ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് അതിലാണ് കേരളത്തിലെ ഇപ്പം കേരളത്തിലെ റോഡുകളും കേരളത്തിലെ ഹോസ്പിറ്റലും കേരളത്തിലെ സ്കൂളുകളും കേരളത്തിലെ ഉള്ള ആളുകളുടെ ലൈഫ് സെക്യൂരിറ്റി മുതൽ അവരുടെ ഫൈനാൻഷ്യൽ റിക്വയർമെൻ്റ് എല്ലാം മീറ്റ് ചെയ്യുന്ന അതിനെല്ലാം ഒരു വലിയൊരു കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ കേരളത്തിലെ ആളുകൾ ഇപ്പോൾ ഒരു 40 lakhs സ്പെൻഡ് ചെയ്യുന്ന ഒരു നഴ്സിംഗ് പ്രോഗ്രാമിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഏൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 lakhs ഓരോ വർഷവും ഏൺ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഒരു 40 lakhs നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും നമുക്ക് 50 lakhs വെച്ച് നമുക്ക് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമില്ലല്ലോ. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിൽ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സേഫാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർക്കിംഗ് എൻവയറോൺമെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വർക്കിംഗ് എൻവയറോൺമെൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസിലൻഡിലുള്ള വർക്കിംഗ് എൻവയറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി കൾച്ചറൽ വർക്കിംഗ് എൻവയറോൺമെൻറ്റാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് ഇപ്പം നമ്മുടെ കൊളീഗ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ കൊളീഗ് ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഒന്നായിരിക്കും, കാനഡയിൽ നിന്ന് ഒന്നായിരിക്കും, UK നിന്ന് ഒന്നായിരിക്കും, ജർമ്മനിയിൽ നിന്ന് ഒന്നായിരിക്കും. ഐ ഹാവ് ഗെറ്റിംഗ് ഇൻ്റർനാഷണൽ ഫ്രണ്ട്സ്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ഒരു കണക്ഷനാണ് ഞാൻ അവിടെ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എൻവയറോൺമെൻറ്റിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹൈ സ്റ്റാൻഡേർഡ് എൻവയറോൺമെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുകയും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കൾച്ചറും എല്ലാം വ്യത്യാസം വരുത്തും ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. അതേസമയം നമ്മൾ കേരളത്തിൽ തന്നെയാണ് നമ്മുടെ ലൈഫെല്ലാം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ആ ലൈഫ് സൈക്കിളായിരിക്കും നമ്മുടെ കുട്ടികളും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഡോക്ടർ അങ്ങനെയുള്ളവർ അവിടുത്തെ തന്നെ ആ ഒരു സെയിം തരത്തിലുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് കൾച്ചറായിരിക്കും നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു ലോകം അറിയുന്ന ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരു പൊളിറ്റീഷ്യനോ ലോകം അറിയുന്ന ഒരു എൻജിനീയറോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവിടുത്തെ ഒരു രീതിയിൽ നമ്മൾ
സെയിം പ്രോസസ്സിലൂടെ തന്നെയാണ് നമ്മുടെ അടുത്ത ജനറേഷൻ പോകുന്നതെങ്കിൽ. ന്യൂസിലൻഡിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിൽ ഒരാൾ വന്നു, ഇവിടെ വന്നിട്ട് അയാൾ പഠിച്ചു അയാൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടി, അയാൾ റെസിഡൻ്റായി, അത് കഴിഞ്ഞിട്ട് അയാൾ ഇവിടുത്തെ സിറ്റിസണായി, അയാളുടെ പിള്ളേർ ഇവിടുത്തെ സിറ്റിസൺസ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയി പഠിച്ചു കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ക്വാളിഫിക്കേഷൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനറേഷനിൽ ലോകം അറിയുന്ന കുറേ ആളുകൾ ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യതയാണ് ഇതിലൂടെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അത് ഡെറിക് ജോൺസിനെ സംബന്ധിച്ചും ഞങ്ങളെല്ലാവരെ സംബന്ധിച്ചും നമ്മൾ നോക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ പിൻ തലമുറക്കാർ അവർ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ടു ലീവ് സം സോർട്ട് ഓഫ് സിഗ്നേച്ചർ. അപ്പോൾ അത് ലോകത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇന്ന ആളാണ് എന്ന് കാണിക്കാനുള്ള ആരെങ്കിലുമൊക്കെ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ഫാമിലിയിൽ നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് ആയിട്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് സ്റ്റഡിക്ക് വേണ്ടി മാത്രം വന്ന് ഒരു എംപ്ലോയ്മെൻറ്റ് കിട്ടുക എന്നുള്ളതല്ല. അവരുടെ അടുത്ത ജനറേഷൻസൊക്കെ ഇപ്പോൾ ഈ ചലഞ്ച് എടുത്ത് വരുന്നവരോടൊക്കെ ദേ വിൽ സേ ഐ വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സൺ ഹു ഈസ് ടേക്കിംഗ് high level of responsibility for taking their life from there to here. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റിയത്. അപ്പോൾ അത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത്. That's good. How about the student living expense in New Zealand? സ്റ്റുഡൻസിൻ്റെ ലിവിങ് എക്സ്പെൻസ് ഇറ്റ് ഡിപ്പെൻസ്. കുട്ടികൾക്ക് ഏത് അക്കോമഡേഷൻ ആണ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്ലൻഡ് ആണ് വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ഇൻ ന്യൂസിലൻഡ്. അപ്പോൾ ന്യൂസിലൻഡിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലൈവബിൾ സിറ്റി ന്യൂസിലൻഡാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ന്യൂസിലൻഡിലെ 1/3 ഓഫ് ദി പോപ്പുലേഷൻ താമസിക്കുന്ന സ്ഥലമാണ് ഓക്ലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്ലൻഡ് എപ്പോഴും ആളുകളുടെ ഒരു അട്രാക്ഷനാണ് ഓക്ലൻഡിൽ വന്ന് താമസിക്കുക എന്നുള്ളത്. ലോകത്തുള്ള എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഒരുപക്ഷെ സെലക്ട് ചെയ്യുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഓക്ലൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്ലൻഡിൽ വന്ന് താമസിക്കുമ്പോൾ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്ന ആൾക്കാരുടെ റെൻ്റാണ്. ഇപ്പോൾ റെൻ്റൽ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ കുറേ റെൻ്റൽ അക്കോമഡേഷൻ ഫ്ലാറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലാറ്റിൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ബെഡ്റൂം എടുക്കുന്ന ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $200 ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ പ്ലേസ് ചെയ്യുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് $250 മുതൽ $300 വരെയാണ് അവരൊരു. അപ്പോൾ $250 ഒരു ആഴ്ചയിൽ പേ ചെയ്യുമ്പോഴത്തേനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൂടെ റെൻറ്റ് ഇൻക്ലൂഡഡ് ആണ്, ഇലക്ട്രിസിറ്റി ഇൻക്ലൂഡഡ് ആണ്, വാട്ടർ ഇൻക്ലൂഡഡ് ആണ്, വൈഫൈ ഇൻക്ലൂഡഡ് ആണ്, ഫുഡ് ഓപ്ഷനിലാണ്. ഫുഡ് നമ്മൾ ഇപ്പം നമ്മുടെ ഹോസ്റ്റ് ഫാമിലിയാണ് നമുക്ക് ഫുഡ് തരുന്നതെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് അതൊരു $50 വല്ലതും ആവുള്ളൂ ആ ഒരു ഫുഡെന്ന് പറയുന്നത്. പിന്നെ ആളുകളുടെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓക്ലൻഡിൽ ഹോപ്പ് കാർഡ് എന്ന് പറയും. ഹോപ്പ് കാർഡ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് പോകാം, ട്രെയിനിൽ പോകാം, നമുക്ക് ഫെറിയിൽ പോകാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ എക്സ്പെൻസ്. ഫോണിന് നമുക്കൊരു $20 അല്ലെ $25 ആണ് ഒരു മാസം നമുക്കാവുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $350 ഒക്കെ ആയിരിക്കും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് പാർട്ട് ടൈം ജോബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിന് $450 അല്ലെ $500 ഒരാഴ്ചയിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നോർമലി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് 20 hours സ്റ്റുഡൻറ്റ് ക്യാൻ വർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ മീറ്റ് ദ എക്സ്പെൻസസ്. Okay. How to choose the right program for students in New Zealand? That's one of the trickiest question. അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികൾ പലരും ഇവിടെ വരുന്നത് ഞാൻ റോങ് കോഴ്സാണ് സെലക്ട് ചെയ്തത് എന്നും പറഞ്ഞാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ കൗൺസിലേഴ്സ് ഇപ്പം നമുക്ക് അറൗണ്ട് 200 ഫ്രണ്ട് ലൈൻ സ്റ്റാഫാണ് നമ്മുടെ കൊച്ചി, കോട്ടയം, അതുപോലെ കേരളത്തിലെ മറ്റുള്ള ഓഫീസുകളിലെല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ ഈ ആളുകളോട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഈ ആളുകൾ എന്ത് കോഴ്സസ് പ്രോഗ്രാംസ് ഒക്കെയാണ് ഈ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കി ഇവിടെ വന്നിട്ട് ഫർദർ സ്റ്റഡിക്ക് പോകാനുള്ളവരാണെങ്കിൽ ആ ടൈപ്പ് പ്രോഗ്രാമാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എബിലിറ്റി ഉള്ള പ്രോഗ്രാമാണോ കൊടുക്കുന്നത് അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യാൻ പിള്ളേരോട് പറയാൻ. പിന്നെ ചില സമയത്ത് കൗൺസിലിങ്ങിൽ നിന്ന് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ
അത് ഡോക്യുമെൻറ്റേഷനിൽ അല്ലെങ്കിൽ വിസയിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾ കാണുന്നത് ഓക്കെ ആ പ്രോഗ്രാം ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും അത് പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് വേറെ പ്രോഗ്രാം ആക്കി ആ പ്രോഗ്രാം ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ സ്റ്റുഡൻറ്റ് സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ചില പ്രോഗ്രാമിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ക്ലോസ്ഡ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ആണ്. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഹൈവേ എഞ്ചിനീയറിങ്ങിന് ഒരു സ്റ്റുഡൻറ്റ് വരുവാണ്. അപ്പോൾ അത് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹൈവേ എഞ്ചിനീയറിംഗ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ആ പ്രോഗ്രാം പഠിച്ചു കഴിയുമ്പോഴത്തേന് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 1 വർഷത്തെ കിട്ടും. പക്ഷേ ആ സ്റ്റുഡൻറ്റിന് ഈ ഹൈവേ എഞ്ചിനീയറിംഗ് ഏരിയയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇയാൾക്ക് വേറെ ഒരു എംപ്ലോയ്മെൻറ്റ് കിട്ടി. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റിൽ അപ്പോൾ അങ്ങനത്തെ ഇൻഫർമേഷൻസ് പലതും നാട്ടിലെ സ്റ്റുഡൻസിന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവർ ശരിക്കും ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് ആൾക്കാർ വന്നു. അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് ആ ഒരു പ്രോഗ്രാമിന് ഇവിടെ ആൾ വന്നു. ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വന്നു. ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ വരുമ്പോഴത്തേന് ഏതൊക്കെ പ്രോഗ്രാമിന് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ട്, ഏതൊക്കെ പ്രോഗ്രാമിന് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയാമായിരിക്കണം. അപ്പോൾ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് പലർക്കും ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഇല്ലാതെ വരുന്നതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും അവൻ അറിയുന്നത് ഇതിന് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ക്ലോസ്ഡ് ആണ്. അപ്പോൾ വാട്ട് ഷുഡ് ഐ ഡു? അപ്പോൾ അത് അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഇവർക്ക് നേരത്തെ അറിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ കംഫർട്ടബിളായിട്ട് അവരുടെ പ്രോഗ്രാം എല്ലാം തീർത്ത് അവരടുത്ത ആ ഒരു പാത്വേയിലേക്ക് പോകാൻ അവർക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കോഴ്സ് ചൂസ് ചെയ്ത് വേണം ന്യൂസിലൻഡിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അത് എപ്പോഴും നല്ലത് ഒരു 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 ഏജൻറ്റിൻ്റെ അടുത്ത്, ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് നോളജബിൾ ആയിരിക്കണം ഏജൻറ്റ്. അപ്പോൾ അത് മാത്രമാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ കോഴ്സിനെ കുറിച്ചും ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിനെ കുറിച്ചും ഈ സ്റ്റഡി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പാത്ത് വേസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണയുള്ള ഏജൻ്റ് ആയിരിക്കണം ഇവർ കൺസൾട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ 100% ഹാപ്പി ആയിരിക്കും. ഇവിടെ സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഞാനൊരു റോങ് കോഴ്സാണല്ലോ എടുത്ത് എന്നൊക്കെ ഓർത്ത് അവർ വറി ചെയ്തായിരിക്കും അവരുടെ ഒരു കോഴ്സ് തീരുന്നിടം വരെ ആയിരിക്കും. അതുകൊണ്ട് കോഴ്സ് ചൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും ഒന്നെങ്കിൽ സ്വന്തമായിട്ട് അവർ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോളജബിൾ ആയിട്ടുള്ള ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസസ് എടുത്തിട്ട് മാത്രം വരാൻ നോക്കുക. ഓക്കെ. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ നോക്കും, സ്പൗസ് ആൻഡ് കിഡ്സ്. സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ പ്രോഗ്രാംസിനും ഇല്ല. ഇവിടെ ഇപ്പം PhD പ്രോഗ്രാംസ് വരികയാണെങ്കിൽ അയാൾക്ക് ഫാമിലിയെ കൊണ്ടുവരാം. PhD പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേനും ആ പ്രോഗ്രാമിന് വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ന്യൂസിലൻഡ് ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോഴത്തേനും അയാളുടെ ഫാമിലിക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ താമസിക്കാം. അപ്പോൾ സ്പൗസിന് വർക്ക് വിസ ഉണ്ടായിരിക്കും, പിള്ളേർക്ക് സ്റ്റുഡൻറ്റ് വിസ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സ്റ്റുഡൻ്റായിട്ട് ഇവിടെ താമസിക്കുക എന്ന് പറയുമ്പോൾ അയാൾക്കും ഫുൾ ടൈം വർക്ക് ചെയ്യാം PhD സ്റ്റുഡൻറ്റിന്. അപ്പോൾ നോർമലി ഒരു 3 ഇയർ ആണ് ഒരു PhD സ്റ്റുഡൻറ്റ് ഒരു പ്രോഗ്രാം ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ PhD പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ Tier 1 ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലുള്ളതാണ് ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ സർവീസസിൻ്റെ. അപ്പോൾ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പേഴ്സൺ ക്യാൻ സബ്മിറ്റ് റെസിഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ. നമ്മുടെ ഇമിഗ്രേഷൻ അഡ്വൈസറുണ്ട്, അഡ്വൈസർ വഴിയാണ് ഇവർ ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറുണ്ട്, അഡ്വൈസർ വഴിയാണ് ഇവർ ആപ്ലിക്കേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഒരുമാതിരി സ്റ്റുഡൻസ് എല്ലാം PhD പ്രോഗ്രാമിന് വരുന്നവർ ചെയ്യുന്ന ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറുടെ അടുത്ത് പോയി അന്നേരം തന്നെ എനിക്ക് ഓക്കെ ഞാൻ കോഴ്സ് കഴിഞ്ഞു, എനിക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി, എൻ്റെ റെസിഡൻറ്റ് വിസയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോൾ സ്ട്രെയിറ്റ് ടു റെസിഡൻറ്റ് പാത്വേ ആണ് ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാം. അപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പം 5 വയസ്സിന് മുകളിലുള്ള പിള്ളേരാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് സ്റ്റുഡൻറ്റ് വിസ ആയിരിക്കും കിട്ടുന്നത്. അവർ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഇവിടുത്തെ സ്കൂളിൽ ജോയിൻ ചെയ്ത് അവർക്ക് പഠിക്കാം. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള പിള്ളേരാണ് അവർക്ക് വിസിറ്റർ വിസ ആയിരിക്കും കിട്ടുന്നത്. വിസിറ്റർ വിസ ഈ പേരൻറ്റിൻ്റെ അതായത് സ്റ്റുഡൻറ്റിൻ്റെ സെയിം ഡ്യൂറേഷനിലേക്കുള്ള വിസ ആയിരിക്കും. അപ്പോൾ ഓരോ തവണയും സ്റ്റുഡൻറ്റിൻ്റെ വിസ റിന്യൂ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ഫാമിലിയുടെ വിസയും അവർ റിന്യൂ ചെയ്യും. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വരുന്ന അവർക്കും അവരുടെ ഫാമിലി എല്ലാവരെയും കൊണ്ടുവരാം. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ സ്പൗസിന് ഫുൾ ടൈം ഇവിടെ വന്ന് വർക്ക് ചെയ്യാം. ഫുൾ ടൈം വർക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും N നമ്പർ ഓഫ് അവേഴ്സ്, N നമ്പർ ഓഫ് എംപ്ലോയീസ്, എത്ര വർക്കും ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ് അറ്റ് ഓൾ.
Okay. അതാണ് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിൽ ഒക്കെ ഒരു ബാച്ചിലർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു ഫാമിലിയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ഫാമിലി മെമ്പർ ഒരാൾ ഇങ്ങോട്ട് വരുമ്പം അയാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഫാമിലിയെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാം. അവരുടെ സ്പൗസിന് ഇവിടെ വന്ന് ഫുൾ ടൈം ജോലി ചെയ്യാം, കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കാം. കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഫണ്ടഡ് ക്വാളിഫിക്കേഷൻ ആണ്, ദേ ആർ നോട്ട് പേയിങ് എനി മണി. ഇപ്പോൾ ഇവിടുത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു സ്കൂളിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ആണ് ഇയാൾ വന്ന് പഠിക്കുന്നതിൽ ഇയാൾക്ക് 15,000 ആണ് അയാളുടെ ഫീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഫണ്ടഡ് ആയതുകൊണ്ടാണ് ഇയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. $15,000 ന്യൂസിലൻഡ് ഡോളർ എന്ന് പറയുമ്പോൾ തന്നെ അത് 7.5 lakhs ആയി. അപ്പോൾ 2-3 കുട്ടികളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ സേവിങ് എ ലോട്ട് ഓഫ് മണി. അപ്പോൾ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പിള്ളേർക്ക് വരാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ട്. ബാച്ചിലർ ഡിഗ്രിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലെവൽ 7 പ്രോഗ്രാം 3 ഇയറിൻ്റെ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് ഇവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അത് ഗ്രീൻ ലിസ്റ്റിലുള്ള പ്രോഗ്രാം ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഇവർക്ക് ഒരു സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റും. അതായത് ഇവർ പറയുന്ന ലെവൽ 7 ഇപ്പം പ്രോഗ്രാം ഗ്രീൻ ലിസ്റ്റിലുള്ള പ്രോഗ്രാമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാം. അപ്പോൾ ലെവൽ 7 പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ അങ്ങനെയുള്ള അതാണ് ലെവൽ 7 എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നത്. പിന്നെയുള്ള ലെവൽ 8 പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷനിൽ അതിലും ഗ്രീൻ ലിസ്റ്റിലുള്ള പ്രോഗ്രാം ആണെങ്കിൽ അതിന് ഫാമിലിയെ കൊണ്ടുവരാം. അതുപോലെ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഇപ്പം ലെവൽ 9ഉം 10ഉം 9 എന്ന് പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി, 10 എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ്, 10 എന്ന് പറയുന്ന PhD പ്രോഗ്രാം. ഈ 2 പ്രോഗ്രാമിനും ഗ്രീൻ ലിസ്റ്റിലുണ്ടോ ഇല്ലയോ ഡസൻ മാറ്റർ, ദേ ക്യാൻ ബ്രിങ് ദെയർ ഫാമിലി. ഈ സ്റ്റുഡൻറ്റ് വിസ വരുന്നവർക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, സ്റ്റഡി പ്രോഗ്രാംസ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ വിച്ച് കുഡ് ബി ദ ബെറ്റർ ഓപ്ഷൻ ഫോർ ദാറ്റ്? കേരളത്തിൽ നിന്ന് വരുന്ന പിള്ളേർ കൂടുതലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് എല്ലാം നല്ല പ്രോഗ്രാംസ് ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ഹൈ ആണ്. അപ്പം നമ്മൾ കൂടുതലും ഇപ്പം ഡെറിക് ജോൺസിൻ്റെ ഇപ്പം നമ്മൾ കൗൺസിലേഴ്സ് കൂടുതൽ പറയുന്ന പിള്ളേരോട് ഈ ഗ്രീൻ ലിസ്റ്റിലുള്ള പ്രോഗ്രാം എടുത്തുകൊണ്ട് വരിക. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടാൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. ഹോസ്പിറ്റാലിറ്റി പ്രോഗ്രാം ന്യൂസിലൻഡിലെ 2nd ലാർജസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടൂറിസമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ പഠിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് ആൻ എംപ്ലോയ്മെൻറ്റ്. പക്ഷേ അതിൻ്റെ സാലറിയും ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ള ഇൻഡസ്ട്രിയെക്കാളും കുറച്ചുകൂടെ താഴ്ന്ന സാലറി സ്ലാബിലായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഗ്രാജുവലി they can get settle down in New Zealand. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്നത് പിള്ളേർക്ക് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻ്റ് ആ ഏരിയ കിട്ടുമോ, എംപ്ലോയ്മെൻറ്റ് ഏരിയ കിട്ടിയാൽ കഴിഞ്ഞിട്ട് പിന്നെ സെറ്റിൽ ആകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണോ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് നല്ല പ്രോഗ്രാമാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നല്ല പ്രോഗ്രാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നല്ല പ്രോഗ്രാമാണ്, അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നല്ല പ്രോഗ്രാമാണ്, നഴ്സിംഗ് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന നല്ല പ്രോഗ്രാമാണ്, റേഡിയോളജി പഠിക്കാൻ പറ്റുന്ന നല്ല പ്രോഗ്രാമാണ്, ഫിസിയോതെറാപ്പി പഠിക്കാൻ പറ്റുന്ന നല്ല പ്രോഗ്രാമാണ്. ഇവിടെ ആൾക്കാരില്ല ഈ ഒരു ഏരിയയിലൊന്നും. അപ്പോൾ അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റൊക്കെ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എടുത്തിട്ട് വരാനാണ് നമ്മൾ ആൾക്കാരോട് പറയുന്നത്. എന്നാന്ന് പറഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ട്. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടുന്ന സമയത്ത് ഇവർക്ക് എംപ്ലോയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ IT പ്രോഗ്രാംസ് ആണ്. IT പ്രോഗ്രാംസ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഉണ്ട് ബാച്ചിലർ ഡിഗ്രി ഉണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, PhD പ്രോഗ്രാംസ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. ഏത് പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെയുള്ള ബിസിനസ് ബിസിനസ്സിൽ സർട്ടൺ ഏരിയാസിലെല്ലാം ഇവിടെ ഇപ്പോൾ റീറ്റെയിൽ മാനേജ്മെൻറ്റിലൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മോളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെയാണ് കൂടുതലും ചെറിയ ഷോപ്പുകളിലെല്ലാം അതിൻ്റെ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ അങ്ങനെയൊക്കെയുള്ള പൊസിഷനിൽ ഇരിക്കുന്നവരാണ്, സെയിൽസിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാംസിനൊക്കെ ആളുകൾക്ക് ഇവിടെ വന്ന് ഈ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഹോസ്പിറ്റാലിറ്റി ഏരിയാസിൽ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലുണ്ട്, ബാച്ചിലർ ഡിഗ്രി മാനേജ്മെൻറ്റിലുണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി മാനേജ്മെൻറ്റിലുണ്ട്. ആ പ്രോഗ്രാംസിൽ ഏതിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരുമാതിരി പിന്നുള്ള ടീച്ചിങ്ങിൽ ഇഷ്ടംപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചിങ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിനോട് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അവർക്ക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പല പ്രോഗ്രാംസും ടീച്ചിങ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡ് അക്രഡിറ്റഡ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞ് അന്നേരം തന്നെ അവർ എംപ്ലോയ്മെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം കേരളത്തിലുള്ള പിള്ളേർക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ വന്ന് ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ഒരിടത്ത് അവർക്ക് ജോലി കിട്ടില്ല. അത് ദാറ്റ് മച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയി.
സാറ് കുറച്ച് മുമ്പേ മെൻഷൻ ചെയ്തായിരുന്നു സ്റ്റുഡൻറ്റ് വിസ വരുന്നവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാമെന്ന്. സോ വാട്ട് ഓൾ കൈൻഡ് ഓഫ് ജോബ്സ്? പാർട്ട് ടൈം ജോലി ഇവിടെ വരുന്ന പിള്ളേർ ഇപ്പോൾ ഒരു നഴ്സിംഗ് പഠിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഏതെങ്കിലും കെയർ ഹോമുകളിൽ ആയിരിക്കും അവർ ഇപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് പഠിക്കാൻ വരുന്ന ഒരാൾ, ഹോസ്പിറ്റാലിറ്റി പഠിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ ഇവിടെ മിക്കവാറും ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആയിരിക്കും അവർ ജോലി ചെയ്യുന്നത്. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതുപോലെ IT പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അവരും ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഇപ്പോൾ ഈവൻ സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഏതെങ്കിലും ഹോട്ടലുകളിലോ മോട്ടലുകളിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈവൻ നൈറ്റ് ടൈം ആൾക്കാർ ഈ ക്ലീനിങ് ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിള്ളേർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതുപോലെ തന്നെ കണ്ടമാനം ഫാസ്റ്റ് ഫുഡ് ചെയിൻ ഉണ്ട്. ഇപ്പം മക്ഡൊണാൾഡ്സ് ഉണ്ട്, ഇപ്പോൾ KFC ഉണ്ട്. ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നതെല്ലാം ഈ സ്റ്റുഡൻസാണ്. പിന്നുള്ള ഈ മോളുകളിലൊക്കെ ഷോപ്പുകളിലൊക്കെ സെയിൽസിലെല്ലാം വർക്ക് ചെയ്യുന്നതെല്ലാം സ്റ്റുഡൻസാണ്. അപ്പോൾ ഈ പിള്ളേരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ന ജോലിയൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർ നോക്കുന്നത് ഏറ്റവും കൂടുതൽ കിവീസ് കൂടുതലുള്ള ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയറോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള അവരുടെ ലാംഗ്വേജ് സ്കില്ലെല്ലാം ഇമ്പ്രൂവ് ആവും. അവർക്ക് പെട്ടെന്ന് തന്നെ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആവുന്ന തരത്തിലുള്ള, ഇപ്പോൾ ഇവിടുത്തെ കൾച്ചർ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ് അവർ നോക്കുന്നത്. 20 hours അവർക്ക് വർക്ക് ചെയ്യാം ആഴ്ചയിൽ. 20 hours എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 20 hours കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് നിങ്ങൾ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവർ 20 hours എന്ന് വെച്ചിരുന്നത്. പക്ഷേ പിള്ളേരെ സംബന്ധിച്ച് അവർ വളരെ ഹാപ്പിയാണ്. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു സ്റ്റഡി വർക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. സം ഓഫ് ദ കോഴ്സസ് അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇല്ല. അപ്പോൾ അവരുടെ ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ കരിയർ എങ്ങനെയായിരിക്കും? പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇല്ലാത്ത പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാംസിന് പിള്ളേർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇല്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് അക്കൗണ്ടിങ് ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസിൻ്റെ ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. ജൂനിയർ അക്കൗണ്ടൻസിൻ്റെയും അതുപോലെ ട്രെയിനി അക്കൗണ്ടൻസിൻ്റെയും ഒക്കെ വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ആ വേക്കൻസീസിൽ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് അവർക്ക് പോകാനുള്ള ഇമ്മീഡിയറ്റ്ലി എംപ്ലോയ്മെൻറ്റ് കിട്ടിയാൽ അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ജോയിൻ ചെയ്ത് അതിലേക്ക് പോകാം. ഇല്ല എങ്കിൽ ഇപ്പോൾ ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് വേറെ വീണ്ടും ജോയിൻ ചെയ്തിട്ട് അത് പഠിക്കാം. അപ്പോൾ ഇവിടെ ഒരു വർഷം പഠിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ ലാംഗ്വേജ് സ്കില്ലും കൾച്ചറും എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും ഇത്രയും സമയം കൊണ്ട്. അപ്പോൾ ഒരു അടുത്തൊരു വർഷം ഇവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടി. ആ ഒരു കോഴ്സ് ഒരു ഹയർ എൻഡ് കോഴ്സ് ഇപ്പോൾ ഇവർ പഠിക്കുന്നതിലും കുറച്ചുകൂടെ ഹയർ ലെവൽ കോഴ്സായിരിക്കും അവർ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ട്. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ടായിരിക്കും ഇവർ എംപ്ലോയ്മെൻ്റ് എല്ലാം കണ്ടുപിടിച്ച് സെറ്റിൽഡ് ആകുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വരുന്നവർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്ന അങ്ങനെയുള്ള പല പ്രോഗ്രാമിനും വരുന്നവരുണ്ട്. അപ്പോൾ ചില പ്രോഗ്രാമിനൊക്കെ വരുമ്പോഴത്തേന് ഇതിൻ്റെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ട്. പക്ഷേ വർക്ക് വിസ ക്ലോസ്ഡ് വർക്ക് വിസ ആണെന്ന് പറഞ്ഞാൽ ആ ഏരിയ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലർക്ക് ആ ഏരിയയിൽ തന്നെ വർക്ക് കിട്ടും. അപ്പോൾ ചിലരെ സംബന്ധിച്ച് വർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. ഇവരുടെ സ്കില്ലും എംപ്ലോയറുടെ റിക്വയർമെൻറ്റ് തമ്മിൽ മാച്ച് ആകുന്നില്ല. അതാണ് ബേസിക്കലി വരുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ സ്കില്ല് എംപ്ലോയറുടെ റിക്വയർമെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഐ ഹാവ് ടു അപ്പ് സ്കിൽ അല്ലേ. അപ്പം നമ്മൾ അപ്പ് സ്കില്ല് ചെയ്യാൻ നോക്കുക. അപ്പ് സ്കില്ല് ചെയ്യാൻ ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്യുക. അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്ത് ആ കോഴ്സ് പഠിക്കുക. കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പ്രിപ്പയർ ആയിട്ട് വേണം വരാൻ വേണ്ടി. ഒരു കോഴ്സിന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു എൻവയറോൺമെൻറ്റല്ല, ഈ ന്യൂസിലൻഡിലെ ഒരു എംപ്ലോയ്മെൻറ്റ് എൻവയറോൺമെൻറ്റ് ഹൈലി കോമ്പറ്റൻ്റ് എൻവയറോൺമെൻ്റ് ആണ്. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള ആൾക്കാരോടല്ല കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഗ്ലോബലി പല സ്ഥലങ്ങളിൽ നിന്ന് കൺട്രികളിൽ നിന്ന് വന്നേക്കുന്ന സ്റ്റുഡൻസാണ്. അവരോട് വന്ന് അവർ പഠിച്ച് അപ്പോൾ ചില പിള്ളേരെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 4-5 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് യൂറോപ്പിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലൊക്കെ ഉള്ള പിള്ളേരായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഈ കോഴ്സ് പഠിക്കാൻ വരുന്നത്. ആ പിള്ളേരോട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഹാവ് ഇനഫ് സ്കിൽസ്. അപ്പോൾ നമുക്ക് സ്കിൽസ് കുറവാണെങ്കിൽ we have to get more skills. How difficult it is for Kerala students to pass the course? Average students ഒക്കെ ആണെങ്കിൽ അവരുടെ ആ സ്റ്റാൻഡേർഡ് ലെവൽ എന്താ? കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് എല്ലാവരും 100% പാസ്സൊന്നും അല്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ ഫെയിലിയർ ആയ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ.
അപ്പോൾ ഇവർ ഫെയിലിയർ ആകുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യൂസിലൻഡ് കരിക്കുലം എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ പഠിപ്പിക്കുന്ന രീതിയെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ചില ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സബ്ജക്റ്റൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേനും നാട്ടിലൊരു ബുക്കൊക്കെ ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ഒരു ബുക്ക് പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 2-3 months ഒക്കെ കൊണ്ടായിരിക്കും അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ സ്ലൈഡിലേക്കാണ് ചില ലെക്ചറേഴ്സൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ലൈഡിലേക്ക് ഈ ബുക്കും കൊടുത്തു. അപ്പോൾ ഒരു ബുക്കൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം പഠിപ്പിച്ച് തരും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ പിള്ളേർ പിന്നെ ആ ഒരു ബുക്ക് ശരിക്കും ഇവർക്ക് റെഫർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ലൈബ്രറികളിലൊക്കെ എപ്പോഴും ഫുള്ളാണ്. ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഈ ലൈബ്രറികളിലെല്ലാം പോയിരുന്നിട്ട് ഈ റെഫറൻസും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവർ റെഫറൻസ് എല്ലാം ചെയ്തു അവിടെ ഇരുന്നിട്ട് ഇവർ അസൈൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മിക്കവാറും ഇപ്പം ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയൊക്കെ അവർ 24 hours എന്ന് പറഞ്ഞ പോലെ ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ ഇപ്പം നൈറ്റിൽ നമ്മളൊരു 12 o'clock 1 o'clock ഏർലി മോർണിംഗ് 2 o'clock വരുമ്പോഴത്തേനും സ്റ്റുഡൻസ് അവിടെ ഇരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റഡി എൻവയറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇവർക്കൊരു അസൈൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ 2-3 ദിവസം അവിടെയൊക്കെ തന്നെ താമസിച്ച് അവിടുന്ന് തന്നെ ഷവറും എടുത്തു. അവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. അവിടുന്ന് അതെല്ലാം ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ താമസിച്ച് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് അവർ പോവുകയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ എൻവയറോൺമെൻറ്റ് അത്ര പരിചയമല്ല. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു 9 to 4 അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈം സ്കെയിൽ. അതുപോലെ ഇവിടുത്തെ ടൈമിംഗ് ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 to 4 എന്ന് പറയുന്ന ഒരു ടൈമിംഗ് ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏർലി മോർണിംഗ് 6 മുതൽ 9 വരെ ആയിരിക്കും ക്ലാസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ആഫ്റ്റർനൂൺ ആയിരിക്കും 12 o'clock മുതൽ 4 o'clock വരെ ആയിരിക്കും. ചിലപ്പം വൈകുന്നേരം 6 o'clock മുതൽ 9 o'clock വരെ ആയിരിക്കും നൈറ്റിൽ. അപ്പോൾ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ന്യൂസിലൻഡിൽ ഇപ്പം വിൻ്റർ ഒഴിച്ച് ബാക്കിയുള്ള സമയത്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 9 മണി 10 മണി വരെ സണ്ണുണ്ട്. നമുക്ക് ഡേ കൂടുതലും നൈറ്റ് കുറവാണ്. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രഗ്ലിങ് ഏറിയ ഒരു പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ടൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് എളുപ്പമാണ്. ഇവിടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനും അവർക്ക് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഇല്ല. പക്ഷേ ഇവർ ആദ്യമേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ സമയത്ത് തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാം, എങ്ങനെ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, ഇതെല്ലാം ഇവർ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അയാൾ ഇവിടെ വന്ന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ ഇപ്പോൾ 2 സബ്ജക്റ്റിന് ഫെയിലിയർ ആയപ്പോൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് 15 credits ഉണ്ടായിരുന്നു, മറ്റേ സബ്ജക്റ്റ് 20 creditsൻ്റെ ആണ്. അപ്പോൾ നമ്മൾ നോക്കുക 35 credits ഇയാൾ ഫെയിലായി. അപ്പോൾ ഒരു വർഷത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നോർമലി 120 credits ആണ്. അപ്പോൾ ഈ ഒരാളിപ്പോൾ 35 creditsന് ഫെയിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏജൻറ് ആരാന്ന് നോക്കും. അപ്പോൾ ഓക്കെ ന്യൂസിലൻഡ് ബേസ്ഡ് ഏജൻ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ വരാം, അതായത് നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്നിട്ട് അയാൾ ഫെയിലായിട്ടുണ്ട്, 35 credits ഫെയിലായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഇൻവോൾവ് ഇൻ ദി സ്റ്റുഡൻസ് ആൻഡ് യു ക്യാൻ ഗീവ് സം അഡ്വൈസ്. ഫർദർ വിസ വേണം. അപ്പോൾ വിസയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് നത്തിങ് ടു ഡു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ ഇവർ ഇൻ്റർനാഷണൽ ഏജൻ്റ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്കറിയാം, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാന്ന് പറഞ്ഞാൽ ദേ കാൻ ഡു എനിത്തിങ് ഹിയർ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര ക്രെഡിറ്റ്സ് ഇയാളുടെ ഫെയിലായിട്ടുണ്ട്, ആ ക്രെഡിറ്റ്സിൻ്റെ അടുത്ത തവണ എപ്പോഴാണ് ഇവരുടെ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രോഗ്രാം വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വിസിറ്റ് വിസയുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് വിസിറ്റ് വിസയുടെ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രോഗ്രാമിന് ഇയാളുടെ അഡ്മിഷന് നമ്മൾ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇയാളെ സംബന്ധിച്ച് 35 creditsന് മുകളിലാണ്. ഇപ്പോൾ ഇയാളൊരു 50 credits അല്ലെ 60 creditsനൊക്കെ ഫെയിലിയർ ആയെങ്കിൽ നമ്മൾ വിസിറ്റ് വിസ എടുക്കാൻ പോകാറില്ല. നമ്മൾ ചെയ്യുന്ന വീണ്ടും സ്റ്റുഡൻറ്റ് വിസ ഇയാൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. എന്നാന്ന് പറഞ്ഞാൽ വിസിറ്റ് വിസ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേസമയം സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ വീണ്ടും ഇയാൾക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 months ഒക്കെ വിസിറ്റ് വിസയിൽ നിന്നിട്ട് സർവൈവ് ചെയ്യാനുള്ള മണി ഇയാൾ ഇപ്പോൾ ഓൾറെഡി ഇയാളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു 40 creditsനൊക്കെ മുകളിൽ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത 6 months അല്ലെങ്കിൽ 1 yearലേക്കുള്ളൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് വിസ അപ്രൂവലായി കിട്ടി. അപ്പോൾ ഇയാളെ സംബന്ധിച്ചെന്ന് ഇയാളുടെ കോഴ്സ് കംപ്ലീഷൻ ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുന്നോട്ടായി പോകും.
പക്ഷേ അല്ലാതെ ഇപ്പോൾ കോഴ്സ് ഫെയിലായെന്ന് പറഞ്ഞാൽ അയാൾക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട കാര്യമോ അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ന്യൂസിലൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കി കാണുന്ന ആളുകൾക്ക് എല്ലാവരും ഡിഫറെൻറ്റ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പാസ്സാകുന്ന പിള്ളേർ, ഫെയിലിയർ ആകുന്ന പിള്ളേരും എല്ലാവരും ഉണ്ടാവും. ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ സപ്പോർട്ട് ദാറ്റ് സ്റ്റുഡൻറ്റ്, അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് എല്ലാവരോടും ഒരുമിച്ചാണ് നോക്കുന്നത്. ഇപ്പോൾ ഏജൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. വി ആർ വർക്കിംഗ് ടുഗദർ ആസ് എ ടീം ടു ദി സക്സസ് ഓഫ് ദാറ്റ് സ്റ്റുഡൻറ്റ്. അങ്ങനെ ഫെയിൽ ആവുകയാണെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും നമ്മുടെ സ്റ്റുഡൻറ്റിനോട് നിങ്ങളുടെ സ്റ്റഡിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളോട് ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ നോക്കിയിട്ട് സ്റ്റുഡൻറ്റ് വിസ എടുക്കണേ സ്റ്റുഡൻറ്റ് വിസ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വിസിറ്റ് വിസ എടുക്കണേ വിസിറ്റ് വിസ എടുക്കാം. അപ്പോൾ ആ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓൺലി ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്. Okay. As per you, what could be the best study program for a higher secondary Kerala student? ഹയർ സെക്കൻഡറി ഇപ്പം ചില പിള്ളേരെ സംബന്ധിച്ച് കൊമേഴ്സ് കഴിഞ്ഞേക്കുന്ന ആൾക്കാരുണ്ട്. കൊമേഴ്സ് കഴിഞ്ഞേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ വന്നാൽ IT പ്രോഗ്രാംസ് ഇവർക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് കൊമേഴ്സ് പ്രോഗ്രാംസ് ഉണ്ട്, ബിസിനസ് പ്രോഗ്രാംസ്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇവിടെ വന്ന് 3 വർഷത്തെ പ്രോഗ്രാം, അങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് അനലിറ്റിക്സോ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ ഇവിടുത്തെ ANZ ബാങ്ക്, BNZ ബാങ്ക്, ASP, അല്ലെങ്കിൽ ഡിലോയിറ്റ്, അല്ലെങ്കിൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, ഏണസ്റ്റ് ആൻഡ് യങ്, KPMG, ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇഷ്ടം പോലെയുണ്ട്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഏരിയയിൽ. അതേസമയം ഈ സ്റ്റുഡൻറ്റ് സംബന്ധിച്ച് ഇപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചേക്കുന്ന അത് കഴിഞ്ഞേക്കുന്ന ആളാണെങ്കിൽ ഇവിടെ വന്നാൽ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ചെയ്യാം, അതുപോലെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ചെയ്യാം, സോഷ്യൽ വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഇപ്പോൾ കണ്ടമാനം പ്രോഗ്രാംസ് ആ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാംസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഇപ്പം IT ആണ് ഇയാൾ എടുത്തേക്കുന്നതെങ്കിൽ ഇവിടെ വന്നാൽ IT കോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ സയൻസ് പഠിച്ചേക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ, സിവിൽ എഞ്ചിനീയറിങ്ങോ, ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങോ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങോ, ഇങ്ങനെയുള്ള ഏരിയാസ് ഉണ്ട്. ഏത് ഏരിയ പഠിച്ചു കഴിഞ്ഞാലും ദേ വിൽ ഗെറ്റ് ആൻ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അത് ഏത് പ്രോഗ്രാം എടുക്കണം എന്നുള്ളത് മാത്രം അവർ നോക്കിയാൽ മതി. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ വെയിറ്റിംഗ് ഫോർ ദം. ഒരു ബാച്ചിലർ ഡിഗ്രി ഹോൾഡർ ഫ്രം കേരള, പുള്ളിക്ക് ഇവിടെ ചെയ്യാവുന്ന സ്റ്റഡി പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞേക്കുന്ന ഒരാൾ ഇപ്പോൾ അയാളുടെ നമ്മൾ ആദ്യമേ നോക്കുന്ന ഏതൊക്കെ ഡിസിപ്ലിനിലാണ് അയാൾ ബാച്ചിലർ ഡിഗ്രി ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കഴിഞ്ഞേക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇവിടെ വന്നിട്ട് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ചെയ്യാം. മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ കിട്ടും. രജിസ്ട്രേഷൻ കിട്ടി ഇവിടെ രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കഴിഞ്ഞേക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി ഉണ്ട് ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇവിടെ ഫിസിയോതെറാപ്പി ഇപ്പോൾ ഇന്ത്യയിൽ എസ്പെഷ്യലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കിട്ടില്ല. ഇവിടെ ഫിസിയോതെറാപ്പി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അപ്പോൾ ബോർഡിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അവർ ആ ഒരു റെസ്ട്രിക്ഷൻ മാറ്റി. ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇല്ല ആവശ്യത്തിനുള്ള. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡിൽ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ബോർഡിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ മറ്റുള്ള ബാച്ചിലർ ഡിഗ്രി ഇപ്പോൾ ഒരു IT കഴിഞ്ഞേക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഒരു മാസ്റ്റർ ഓഫ് IT പ്രോഗ്രാമിന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവരിപ്പോൾ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ആയതുകൊണ്ട് സ്പൗസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പൗസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാം. പിള്ളേർ 5 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്റ്റുഡൻറ്റ് വിസ ഉണ്ടവർക്ക് പഠിക്കാം. 5 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ അയാൾക്ക് വിസിറ്റ് വിസ ആയിരിക്കും കിട്ടുന്നത്. അയാൾക്ക് ഇവിടെ ഇപ്പോൾ ഒരാൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു, മറ്റേ ആൾക്ക് 20 hours വർക്ക് ചെയ്യാം. അതുപോലെ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർക്ക് 3 ഇയറിൻ്റെ എഗെയിൻ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടും. അപ്പോൾ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫ് വളരെ സെക്യൂറാണ് ആ ഒരു സംഗതി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ബാച്ചിലർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞേക്കുന്ന ഒരാളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ മാസ്റ്റർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ ഓസ്ട്രേലിയയുടെയും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പം ആ ഓർഗനൈസേഷൻ്റെ അക്രഡിറ്റഡ് പ്രോഗ്രാമാണ് ഈ ഇവിടുത്തെ ചില പ്രോഗ്രാമൊക്കെ എന്ന് പറഞ്ഞാൽ. ആ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ 1.5 ഇയറിൻ്റെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPAയുടെ അന്നേരം തന്നെ അക്രഡിറ്റേഷൻ ഉണ്ട്, ഇവർക്ക് കിട്ടും. ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡറാണ്, CPA അക്കൗണ്ടൻ്റ് ആണ്.
അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ജയൻറ്റ് ഓർഗനൈസേഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റിംഗ് ഫേം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റിംഗ് ഫേമാണ്. KPMG അതെ, ഏണസ്റ്റ് ആൻഡ് യങ് അതെ, അപ്പോൾ ഡെലോയിറ്റ് അതെ. അപ്പോൾ ഈ ഓർഗനൈസേഷനിലെല്ലാം ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെ സംബന്ധിച്ച് ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ കുറച്ച് പേപ്പേഴ്സ് കൂടെ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇവർ ബാക്കിയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ പേപ്പേഴ്സ് കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ കംപ്ലീറ്റ് പേപ്പേഴ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 3 വർഷം ഇവിടുത്തെ ഒരു ലൈസൻസ് ചാർട്ടേഡ് അക്കൗണ്ട് അണ്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ബിക്കം എ ലൈസൻസ് ചാർട്ടേഡ് അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ബ്രില്യൻ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതുവഴിയെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഒരു സാലറി സ്കെയിൽ എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ 200,000 ഒക്കെയാണ് അവരുടെ ഒരു സാലറി എന്നൊക്കെ പറയുന്നത്. ഒരു 1 കോടി രൂപയൊക്കെയാണ് ഒരാളുടെ ഒരു സാലറി എന്ന് പറയുന്നത്. ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ് ഒരു സാലറി ആണ്. അതുപോലെ തന്നെ അവരുടെ കരിയർ പാത്തും അതുപോലെയാണ്. അവരിപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലുള്ള പല സ്ഥലങ്ങളിലും ആയിരിക്കും. അവരിപ്പോൾ ദുബൈയിലായിരിക്കും, അല്ലെങ്കിൽ ജർമ്മനിയിലായിരിക്കും, ഫ്രാൻസിലായിരിക്കും, സ്വിറ്റ്സർലൻഡിലായിരിക്കും. അവിടെ പോയി അവർ ഹോട്ടൽ പേയ്മെൻറ്റ് മുതൽ എല്ലാ കാര്യങ്ങളും ഈ ഓർഗനൈസേഷനാണ് പേ ചെയ്യുന്നത്. അവിടെ പോയി താമസിച്ച് അവരിപ്പോൾ 3 മാസം കൊണ്ടായിരിക്കും ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഓഡിറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അത് കഴിയുമ്പോഴത്തേനും അടുത്ത സ്ഥലത്തേക്കായിരിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജോബ് അല്ലേ, ഒരു നല്ലൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഓരോ ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോഴത്തേനും ആളുകൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. ഈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നാട്ടിലുള്ള പല ആളുകൾക്കും അറിയില്ല. പക്ഷേ ഒരു ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ നാട്ടിൽ വീണ്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ എംപ്ലോയ്മെൻ്റ് ഇല്ലാതെ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു അവസരത്തിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി എടുക്കണം. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫ് ചേഞ്ച് ആയി, അവരുടെ അടുത്ത ജനറേഷൻ്റെ ഫെയ്റ്റും ചേഞ്ചായി. അവരെ സംബന്ധിച്ച് ജനറേഷണൽ ചേഞ്ചാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പിള്ളേർ കൂടുതൽ ഈ ഒരു ഏരിയയിലേക്ക് മുന്നോട്ട് വന്ന് ഈ പ്രോഗ്രാം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. As per you, what is the core difference between New Zealand and India? ന്യൂസിലൻഡ് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഫസ്റ്റിലത്തെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് ന്യൂസിലൻഡ് ഒരു ഫസ്റ്റ് വേൾഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു പ്രോഗ്രസീവ് കൺട്രിയാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒത്തിരി ചലഞ്ചസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ന്യൂസിലൻഡിലുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് ഗവൺമെൻറ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റാണ്. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ വളരെ സ്റ്റേബിളാണ് ന്യൂസിലൻഡ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ സ്റ്റേബിൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ് ന്യൂസിലൻഡിൽ. അപ്പം ന്യൂസിലൻഡിൽ അൺസർട്ടനിറ്റീസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും വേൾഡിൽ നിന്നുള്ള പല വലിയ കമ്പനികളൊക്കെ ന്യൂസിലൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ IT കമ്പനികളൊക്കെയാണ് കൂടുതൽ. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ ആണെങ്കിലും ഒക്കെ ഇവിടെ ബില്യൺസ് ഓഫ് ഡോളറൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ അവർ റെഡിയാണ്. അവരുടെ ഡാറ്റാ സെൻ്ററൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ ഇവർ നോക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സിറ്റുവേഷൻസ് എല്ലാം വളരെ ബിസിനസ് ചെയ്യാൻ നല്ല ഏരിയ ആണ്. അതുകൊണ്ടാണ് അവർ നോക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ബെസ്റ്റ് സ്റ്റാൻഡേർഡ് വർക്ക് പ്ലേസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് എല്ലാം വളരെ ഹൈ സ്റ്റാൻഡേർഡ് വർക്ക് പ്ലേസാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഇന്ത്യയിലെ റോഡുകളും ഇവിടുത്തെ റോഡുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഇവിടെ മെഡിക്കലെല്ലാം ഫ്രീ ആണ് ആളുകൾക്ക്. 65 വയസ്സായി കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആണോ പ്രൈവറ്റ് എംപ്ലോയി ആണോ നോക്കിയിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സിക്കായി നമുക്ക് വർക്ക് ചെയ്യാൻ പോകാത്ത ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഒക്കെ നമുക്ക് അന്നേരം തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ലൈഫിൽ അൺസർട്ടനിറ്റീസ് കുറവാണ്. ഇപ്പോൾ പിള്ളേരുടെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ എഡ്യൂക്കേഷനാണ്. ഇപ്പം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇപ്പോൾ ഒരു കുട്ടിയെ നമുക്ക് ഒരു ഫാമിലിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് വിടണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് എക്സ്പെൻസ് അല്ലേ. അത്ര എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയെ ഇപ്പോൾ ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ സയൻറ്റിസ്റ്റ് ആകാനോ ടീച്ചർ ആകാനോ ഏത് പ്രോഗ്രാം വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് തന്നെയാണ് ഇവിടെ അവർക്ക് ലോണും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇത് ഹെവിലി സബ്സിഡൈസ്ഡുമാണ് ഇവിടുത്തെ ഫീസ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാനുള്ളൊരു സിസ്റ്റം ഇവിടെ ജനറേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അല്ലെങ്കിൽ ലങ്സ് ട്രാൻസ്പ്ലാന്റേഷൻ
അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണം. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് എവിടുന്ന് ലോൺ എടുക്കും, എങ്ങനെ പൈസ ഉണ്ടാക്കും. ഇവിടെ നമുക്ക് അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. നമുക്ക് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ഫ്രീ ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കുറവായിരുന്നു. നമ്മുടെ ഇപ്പം അടുത്ത ജനറേഷൻ എന്ത് ചെയ്യും അങ്ങനെയുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കൊരു വറിയൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മളൊരു സ്ഥലത്തേക്കൊക്കെ ട്രാവൽ ചെയ്ത് പോകാനൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡൊക്കെ ഏറ്റവും ഇവിടെ കുഴികളൊന്നും ഇല്ല റോഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഇപ്പം എറണാകുളത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാലാണ് ഏറ്റവും പാട്. നമുക്ക് കുഴി ഏതാണെന്ന് അറിയത്തില്ല. അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് കുഴി അറിയാവുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ എവിടെ പോയാലും കുഴി ചാടിയേ പോകും. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺസർട്ടനിറ്റീസും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ അടുത്ത ജനറേഷനെ കുറിച്ച് നമുക്ക് വറിയൊന്നുമില്ല. നമുക്കറിയാം ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂള് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് ലോൺ എടുത്തു. ഇപ്പം ഈവൻ നമ്മൾ പൈസ ഒക്കെ ഉണ്ടാക്കി അടയ്ക്കുവാണെങ്കിൽ വി ക്യാൻ പേ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് വറി ചെയ്യേണ്ട. അതാണ് ന്യൂസിലൻഡിൽ താമസിക്കുമ്പോൾ. നമുക്ക് ഇന്ത്യയിൽ താമസിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ ദിവസവും നമ്മൾ വറിയോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു ഹ്യൂജ് വ്യത്യാസം. അതെ. Just to conclude, one more question. Indians ന്യൂസിലാൻഡിലോട്ട് വരാൻ മൈഗ്രേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം സാറിൻ്റെ അഭിപ്രായത്തിൽ എന്തോ? ഇന്ത്യൻസ് കഴിഞ്ഞ തവണത്തെ ഇലക്ട്രൽ സെൻസസ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വോട്ടവകാശമുള്ള ഇന്ത്യൻസ് 100,000 ഇന്ത്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അത്രയും പേരാണ്. ബാക്കിയുള്ളവർ ചിലപ്പം ഇലക്ട്രൽ റോളിൽ രജിസ്റ്റർ ചെയ്യാത്തവരായിരിക്കും കുറച്ച് പേര്. പക്ഷേ എന്നാലും ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് അത്രയൊരു ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഇന്ത്യൻ ആളുകൾക്ക് എല്ലാ ആളുകളെയും ഇങ്ങോട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ചൂസിയാണ് ഇവർ. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി വിസയിൽ ഇവിടെ വരുന്ന ഒരാളെ സംബന്ധിച്ച് അപ്പോൾ അവർ ചൂസ് ചെയ്തിട്ട് മാത്രം ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇവരുടെ എന്ന് പറയുന്നത്. അപ്പം നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് USA, UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കാനഡ ഈ 5 കൺട്രി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് വേൾഡിലുള്ള. ഈ 5 കൺട്രിയുടെയും ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ അതിൻ്റെ നല്ല സൈഡും മോശം സൈഡും എല്ലാം അറിയാം നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച്. അവർ വളരെ റിസർച്ച് എല്ലാം ചെയ്ത് പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ പുറത്തുള്ള കൺട്രികളിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഏത് കൺട്രിയാണ് ഏറ്റവും നല്ലത്, എവിടെ ജീവിക്കുവാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും ഇന്ത്യ എന്നുള്ള ഫാമിലീസ് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് പറ്റിയൊരു ലൈഫ് സ്റ്റൈലാണെന്നാണ്. ഇവിടെ വളരെ സേഫായിട്ടുള്ള ഒരു എൻവയറോൺമെൻറ്റാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ ക്രൈമോ അല്ലെങ്കിൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം റേസിസം അങ്ങനെയുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പോയാലും വർക്ക് പ്ലേസിൽ പോയാലും ഒരിടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആളുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പം നമ്മളെ എല്ലാം കുറച്ചുകൂടെ ഒരു ഇവിടുത്തെ കമ്മ്യൂണിറ്റി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോഴത്തേനും കരിയർ പ്രോഗ്രസ് ഉണ്ട്. ഇവിടെ വന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റഡി ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൈഗ്രേഷൻ പ്രോഗ്രാം വഴിയാണ് ഇവിടെ വന്നതെങ്കിൽ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ എല്ലാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വേൾഡ് ക്ലാസ് വർക്ക് പ്ലേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ എൻഡ് പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ പൊസിഷനിൽ നിന്നിട്ട് അവിടുന്ന് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള പാത്ത് വേസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ നമ്മളുടെ അടുത്ത ജനറേഷൻ ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ കുട്ടികൾക്കൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്, കുട്ടികൾക്ക് ഫ്രീ മെഡിക്കലുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്ട്രെസ് ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി നമ്മൾ വേറെ നോക്കി കാണാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്. അതാണ് ന്യൂസിലൻഡ് എപ്പോഴും ഇപ്പോൾ ഈ ഇന്ത്യ എസ്പെഷ്യലി ഫ്രം കേരള. പിന്നെ വെതർ ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഓക്ലൻഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വണ്ടർഫുൾ വെതർ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര ചൂടും എക്സ്ട്രീം വെതറാണ് ഇപ്പം പല ഏരിയാസിലും. ഇപ്പം
ന്യൂസിലൻഡിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വെതർ ഈസ് ഫൈൻ വെതർ. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ആളുകൾക്ക് അതും നമ്മുടെ ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു വെതർ, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സ്ഥലം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കരിയർ പ്രോസ്പെക്ട്സ് അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു കൺട്രി. അതായത് അടുത്ത ജനറേഷന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്നുള്ളത്. Okay. So thank you so much, sir. Thank you so much for your time you took. I believe it was a worth listening session which we got from the Managing Director of Derrick Jones, especially for the students who are planning or who are willing to migrate to New Zealand. So thank you so much for your time you took to see the video. Signing off, Shijoy John.